ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. സ്വന്തം മകനായ ഇസ്മായിൽ എന്ന ബാലനെ അറുക്കാനാണല്ലോ ഓർഡർ കിട്ടിയത്. ഇബ്രാഹിം നബി അറുക്കാൻ തയ്യാറായി. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ആ കുട്ടികളെ സുബഹി നിസ്കാരം ഒഴിവാക്കി കിടക്കുമ്പോൾ അവരെ കുറച്ച് വെള്ളമെടുത്ത് അവരെ കാതിലോ അവരെ തലയിലോ ഒന്ന് ഇറ്റിച്ചു കൊടുക്കാൻ പോലും നമുക്ക് ധൈര്യമില്ല എങ്കിൽ നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് അനുസരണമാണ് പിന്നെയുള്ളത്? ധൈര്യത്തോടുകൂടി അവരെ കീശയൊന്ന് തപ്പി നോക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അവരെ പേഴ്സ് ഒന്ന് എടുത്തു നോക്കൂ. ആ പേഴ്സിലുള്ള ഫോട്ടോ ആരുടേതാണ്? അത് ഹോളിവുഡ് താരത്തിന്റെ ഫോട്ടോ ആണ് ആ പേഴ്സിലുള്ളത്. അതൊന്ന് അവിടുന്ന് എടുത്തു മാറ്റി സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരുടെ പൊരുത്തമുള്ള ചെറിയൊരു 10 ഉറുപ്പികയുടെ നോട്ടെങ്കിലും ആ പേഴ്സിന്റെ ഉള്ളിൽ തിരികെ വെച്ച് ബർക്കത്ത് നേടാൻ വേണ്ടി നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സാമ്പത്തികമായിട്ട് വളരെ പ്രയാസവും വിഷമവും ഉണ്ടായപ്പോ സയ്യിദ് ഫളുൽ പൂക്കോയത്തങ്ങൾ, മഹാന്മാരായ അഹ്ലു ബൈത്ത്, അവരെല്ലാം നല്ല വലിയ ആളുകളാണ്. ജമലുല്ലൈലി തങ്ങളും പാണക്കാട് ഹുസൈൻ ശിഹാബ് തങ്ങളും തുടങ്ങി അലി ബാഫക്ക് തങ്ങൾ, കുറേ സയ്യിദുമാരുണ്ടല്ലോ. ഞാൻ അവരെ നിറവും വലുപ്പവും നീളവും ഒന്നും പറയുന്നില്ല. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാർ വളരെ വലിയവരാണ്, അവര് മഹാന്മാരാണ്. ഫضൽ തങ്ങളെ സമീപത്ത് പോയിട്ട് ഒരു 10 ഉറുപ്പിക മന്ത്രിച്ച് വാങ്ങി. അത് ബെൽറ്റിൽ അവിടെ വെച്ച്, പേഴ്സിൽ വെച്ച്. അല്ലാഹ്, അതിനുശേഷം തിടുക്കവും കടവും വന്നിട്ടില്ല. ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മളെ കുട്ടികളെ നമ്മൾ നല്ലവരായി വളർത്തണം. ഇടക്കിടക്ക് സ്വാലിഹീങ്ങളെ സമീപത്ത് അവരെ കൊണ്ടുപോകണം. മഖാമുകളിൽ അവരെയും കൊണ്ടുപോയി സിയാറത്ത് ചെയ്യിക്കണം. അവരെ നല്ല സ്വാലിഹീങ്ങളെ സമീപത്ത് കൊണ്ടുപോയി ആ സയ്യിദുമാരെ കൊണ്ട് അവരെ തലയിൽ മന്ത്രിപ്പിക്കണം. ഇതെങ്കിലും ചെയ്യുന്നില്ല എങ്കിൽ നമുക്കെങ്ങനെ മഹാന്മാരെ മാതൃക ലഭിക്കും? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുസരണത്തിന്റെ വിഷയത്തിൽ, അച്ചടക്കത്തിന്റെ വിഷയത്തിൽ ഷീൽഡ് വാങ്ങിയ ആളാണ്. ആ ഷീൽഡ് വാങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചു, ഒരു അംഗീകാരം ലഭിച്ചു. ആ അംഗീകാരമാണ്, ആ ആദരവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തു. ലഇൻ കാന ഇബ്രാഹീമു അൽഹാ ഖലീലനാ വഅൻത ഖലീലുൻ ഇൻദനാ വഹബീബു. ഇബ്രാഹിം നബിയുടെ പേര് കേൾക്കുമ്പോൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖലീലാണെന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങളുടെ മനസ്സിൽ തോന്നിപ്പോകരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പം താഴെയാണെന്ന് തോന്നിപ്പോകരുത്. നബി തങ്ങൾ ഖലീലുമാണ്, ഹബീബുമാണ്. ആ ഇബ്രാഹിം നബി അല്ലാഹ് ഖലീലായി പ്രഖ്യാപിച്ചപ്പോൾ വാനലോകത്തുള്ള മലായികത്തുൽ കിറാം റബ്ബിനോട് ചോദിക്കുകയാണ്, അല്ലാഹ്, ഇതെന്തൊരു പുതുമ! ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതേപടി പൂർത്തിയാക്കുകയും ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കുകയും ചെയ്യുന്ന മലായികത്താകുന്ന ഞങ്ങൾക്ക് ഖലീൽ എന്ന പദവി തരാതെ, ഖലീൽ എന്ന പദവി നൽകുന്നത് ഭൂമിയിലുള്ള പല പാപങ്ങളും ചെയ്യുന്ന മനുഷ്യരിൽപ്പെട്ട ഒരു ഇബ്രാഹിമിനാണോ ഖലീൽ എന്ന പദവി നൽകുന്നത്? ഈ പദവി ഞങ്ങൾക്ക് തരേണ്ടതല്ലേ എന്ന് മലക്കുകൾ സംശയം ചോദിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ്, മലായികത്തിനോട് പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളൊന്ന് താഴെ പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യ്, ഒന്ന് നോക്ക്, മൂപ്പര അച്ചടക്കവും അനുസരണം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ ഓർഡർ ഇടുകയാണ്. മലായികത്തിന്റെ പ്രതിനിധി ഭൂമിയിൽ വരികയാണ്. ഭൂമിയിൽ വന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമീപത്ത് വരികയാണ്. വരുമ്പോൾ ധാരാളം മൃഗങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെയുണ്ട്. ആ മൃഗങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ, ആടുകളോടൊപ്പം മൃഗങ്ങളോടൊപ്പം നിൽക്കുന്നത് പാപമല്ല,
സമുദായത്തിൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾ മൃഗങ്ങളെ മേയ്ക്കുന്നവരുണ്ട്, ആടിനെ മേയ്ക്കുന്നവരുണ്ട്. അത് കുറ്റമല്ല. ഗൾഫിൽ പോയി സൗദി അറേബ്യയിലെ ഏതോ പ്രദേശങ്ങളിൽ ആടിനെ മേച്ച് ജീവിക്കുന്ന മലയാളികളുണ്ട്. അത് കുറ്റമല്ല, ഹറാമല്ല. ഹലാലായ ജോലിയായാൽ ഏത് ജോലിയും നല്ലതു തന്നെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മൃഗങ്ങളോടൊപ്പം നിൽക്കും. ഈ മലക്ക് വന്ന് ചോദിക്കുകയാണ്, സലാം പറഞ്ഞു, സലാം മടക്കുകയാണ്, ഈ മൃഗങ്ങളിൽ ഒരെണ്ണം എനിക്ക് തരുമോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒന്ന് നീ എടുത്തോന്ന്. നമ്മളൊക്കെ ആണെങ്കിലോ ഒന്ന് തരാമായിരുന്നു, പക്ഷെ അത് ഞാൻ എല്ലാം കൂടി എണ്ണ ഒപ്പിച്ചു കൊണ്ട് നടക്കുകയാണ്. എത്ര ഉണ്ടായാലും നമുക്ക് മതിയാവൂലല്ലോ. ആ ഒന്ന് കൊടുത്തു. ഒന്നിങ്ങ് വാങ്ങിയപ്പോൾ മലക്ക് ചോദിക്കുകയാണ്, ഈ ആകെയുള്ള മൃഗങ്ങളുടെ 1/3 എനിക്ക് തരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, ഇഷ്ടമുള്ള 1/3 എടുത്തോളൂ. ആ 1/3 ഭാഗത്തെയും മലക്കഥ ഒരു ഭാഗത്തേക്ക് നീക്കി കൊണ്ടുപോവുകയാണ്. ആ മലക്ക് ചോദിക്കുന്നു, 2 ഭാഗം കിട്ടിയാൽ വളരെ സന്തോഷമായിരുന്നു. എന്നാ അങ്ങനെ ആയിക്കോട്ടെ, 3 മുഴുവൻ തരുമോ? ഈ മൃഗം മുഴുവനും കൂടെ കിട്ടിയ വലിയ റാഹത്തായിരുന്നു. വന്നാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിമിനെയും മുഴുവനും നൽകിയപ്പോൾ ആ മൃഗങ്ങളെയും തെളിച്ച് ആ മലക്കഥാ പോകുന്നു. കുറെ അങ്ങ് നീങ്ങിയപ്പോൾ മലക്കിങ്ങോട്ട് തിരിഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഈ മൃഗങ്ങൾ മുഴുവനും മേയ്ക്കാൻ ഒരു ഇടയനെ ആവശ്യമുണ്ടായിരുന്നു, അതിപ്പോ എവിടെ കിട്ടുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ഞാൻ തന്നെ ആയാൽ എന്താണ്, വിരോധമുണ്ടോ? ഞാൻ നിങ്ങളുടെ കൂടെ ഇടയനായി വരാം, ഈ മൃഗങ്ങൾ മുഴുവനും ഞാൻ മേച്ചുകൊള്ളാം. അപ്പോഴാണ് ആ മലക്ക് പറയുന്നത്, വല്ലാത്ത റബ്ബ് തന്നെ, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ അനിത്തഖിദൂ മില്ലത്ത ഇബ്രാഹീമ ഹനീഫാ. ആ ഇബ്രാഹിം നബിയുടെ മാർഗമാണ് മുസ്ലിമീങ്ങൾ സ്വീകരിക്കേണ്ടത്. അവരെ എല്ലാ വിഷയങ്ങളിലെയും അന്തിമ തീർപ്പ് ഖുർആനാണ്. അവരുടെ അന്തിമമായ എല്ലാ വിഷയവും ഇസ്ലാമാണ്. അവർക്ക് സ്വന്തം അഭിപ്രായങ്ങളില്ല, അവർക്ക് ഒരു സ്വന്തമായ ഒരു അഭിപ്രായവും ഇല്ല. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു നബിയുടെ അടിമയാണ്. ആ സയ്യിദ് ഇബ്നു ഹാരിസ എന്ന അടിമയില്ലേ, ആ അടിമ കാണാൻ നല്ല ഭംഗിയുള്ള ആളാണെങ്കിലും അടിമയായിരുന്നു. കല്യാണത്തിന്റെ പ്രായമായപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, സയ്യിദേ, ഒരു കല്യാണം വേണ്ടേ? കല്യാണം കഴിച്ചാൽ സുഖമായിരുന്നു, സന്തോഷമായിരുന്നു, എന്നാലേ നിനക്ക് ഞാനൊരു കുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ പറഞ്ഞു, ഹബീബായ നബി എന്തു പറഞ്ഞാലും ഓക്കെ, നമുക്ക് യാതൊന്നുമില്ല, ഉസ്താദ് പറഞ്ഞതല്ലേ, അത് മാത്രമാണ് ഞാൻ കല്യാണം കഴിക്കുക. എൻ്റെ ബാപ്പ എന്താണോ പറയുന്നത് ആ ബാപ്പ പറഞ്ഞതിനെ പുറത്ത് എനിക്ക് മറ്റൊന്നില്ല. ബാപ്പ ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാൽ നമ്മളിനി പോകുന്നില്ല. ആ ബാപ്പ നല്ല ആളാണെങ്കിൽ അയാള് ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ബാപ്പമാർ, സയ്യിദുമാരെ ബഹുമാനിക്കുന്ന ബാപ്പമാരെ മക്കള് പൂർണ്ണമായി അനുസരിച്ചു കൊള്ളണം. അതേ സമയത്ത് സയ്യിദുമാരെയും ആലിമീങ്ങളെയും രണ്ടാക്കി വേർതിരിച്ച് അവരെ കളർ കൊടുത്തു മാറ്റി നിർത്തുന്ന ബാപ്പയാണെങ്കിൽ ആ ബാപ്പ പറഞ്ഞത് മുഴുവനും മക്കൾ കേൾക്കേണ്ട ആവശ്യമില്ല. കളർ നമ്മൾ കൊടുക്കണ്ട, നമ്മൾ ചുവപ്പും പച്ചയും കൊടുത്ത് ആലിമീങ്ങളെയും സയ്യിദുമാരെയും തിരിക്കണ്ട. അവരെപ്പോഴും ഹക്കിന്റെ കൂടെ നിൽക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അവരെ റൂട്ട് പലപ്പോഴും തെറ്റിക്കുന്നത് ചില തെറ്റായ ചിന്താഗതിക്കാരാണ്. അവർ നമ്മളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കും. സയ്യിദ് ഇബ്നു ഹാരിസ പറയുന്നു, നബിയെ, നിങ്ങൾ ഏത് കെട്ടിച്ചാലും ഞാൻ കെട്ടിക്കൊള്ളാം. അള്ളാഹുവിന്റെ ഹബീബ് ആരെയാണ് കണ്ടുവച്ചത്? സൈനബ് ബിന്ത് ജഹ്ഷ് എന്നൊരു പെണ്ണിനെ. ആ പെണ്ണാണെങ്കിലോ വലിയ തറവാട്ടുകാരിയായ പെണ്ണാണ്. വലിയ തറവാട്ടുകാരിയായ സൈനബിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആരെക്കൊണ്ട്? സയ്യിദ് ഇബ്നു ഹാരിസയെ കൊണ്ട്. സയ്യിദ് ഓക്കെ, പക്ഷെ മറുഭാഗം ഓക്കെ ആയില്ല. കല്യാണം ഉറക്കണമെങ്കിൽ 2 ഭാഗം ഓക്കെ ആവണ്ടേ? ഇതൊരു ഭാഗം ഓക്കെയാണ്, മറുഭാഗം വേറെന്തോ ആണ്, അത് ഓക്കെ ആയില്ല. സുബ്ഹാനല്ലാഹ്. സൈനബ് ബിന്ത് ജഹ്ഷിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ചോദിച്ചു, സൈനബ്, നിനക്ക് ഞാൻ നല്ലൊരു പുതിയാപ്പിളെ കണ്ടുവച്ചിട്ടുണ്ട്. നല്ല പുതിയാപ്പിളയാ, നല്ല ആളാ, വളരെ ഉഷാറാ, എനിക്ക് പരിചയമുള്ള ആളാ, എന്റെ കൂടെ നടക്കുന്ന ആളാണ്, പൈസ കയ്യിൽ കുറവാണെങ്കിലും മുമ്പ് അടിമയായിരുന്നെങ്കിലും ഇൽമുള്ള ആളാണ്, സ്വഹാബിയാണ്. അന്ത ഉമ്മുൻ അം അബു
മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ബാപ്പയെ തെരഞ്ഞെടുക്കാതെ ഹബീബായ നബിയെ തെരഞ്ഞെടുത്തത് കൊണ്ട് സെയ്ദ് ബിൻ ഹാരിസക്ക് വലിയ ഷീൽഡും വലിയ അവാർഡ് കിട്ടിയ മഹാനാണ്. ആ സെയ്ദിനെ കൊണ്ടാണ് കെട്ടിക്കുന്നത്. തയ്യാറല്ലേ? സൈനബ് പറഞ്ഞു, ഞാൻ ആങ്ങളയോട് ചോദിക്കട്ടെ. അബ്ദുല്ലാഹിബിൻ ജഹ്ഷാണ് സഹോദരനെ വിളിച്ച് നമ്മളിങ്ങനെ ചെയ്യല്ലേ. അബ്ദുല്ലാഹിബിൻ ജഹ്ഷ് പറഞ്ഞു, നബിയെ, ഞങ്ങൾ വലിയ കൂട്ടരാ, വലിയ തറവാട്ടുകാരാ, ആളുകൾ കേട്ടാര് വിഷമമല്ലേ? സെയ്ദ് ബിൻ ഹാരിസ ആള് മോശമായിട്ടല്ല, ഇത് ചേരുമോ? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഈ രണ്ടാളുകളും സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സൂറത്തുൽ അഹ്സാബിലെ ആയത്ത് വന്നുപോയി, വമാ കാന ലിമുഅ്മിനിൻ വലാ ലിമുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അതാണ് വമാ കാന ലിമുഅ്മിനത്തിൻ, ഒരു ഈമാനുള്ള പുരുഷനും പാടില്ല, വലാ മുഅ്മിനത്തിൻ, ഈമാനുള്ള പെണ്ണിനും പറ്റൂല. ഇദാ ഖദല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും തീരുമാനിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിനെ എതിർക്കൂല. വേഗം നിക്കാഹ് നടന്നോട്ടെ, ആരെയും നോക്കി നിൽക്കണ്ട. അബ്ദുല്ലാഹിബ്നു ജഹ്ഷ് സൈനബിനോട് പറയുന്നു, വേഗം മൂളിക്കോ, കല്യാണം നടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിക അച്ചടക്കം, ഈ അച്ചടക്കം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിയന്ത്രിച്ചിരുന്ന സംഘടനകളായിരുന്നില്ല. പള്ളിയിലെ ഉസ്താദ്, പള്ളിയിലെ ഇമാം, ആ ഇമാമ് പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കും. ആ ഒരവസ്ഥയിലേക്ക്, ആലിമീങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുന്ന അച്ചടക്കത്തിലേക്ക് അള്ളാഹു ഈ സമുദായത്തെ എത്തിച്ചു തരട്ടെ. അത് ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാ ഫിത്നക്കാരുടെ ശർറിൽ നിന്നും അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കൂ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ. ജാബിർ ഇബ്നു അബ്ദുല്ല, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന് ഒരൊട്ടകമുണ്ട്. ആ ഒട്ടക സ്പീഡ് കുറവാ. നമ്മളെ ചില വിദ്വാന്മാരുടെ കയ്യിലുള്ള മാരുതി കാറുണ്ടാവും, അതുപോലെ. അത് മതി, ബർക്കത്തുള്ള വണ്ടിയാ. എല്ലാം ബർക്കത്ത് തന്നെ, അള്ളാഹു എന്ത് വന്നാലും ബർക്കത്ത് തന്നെ. ആ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ മുന്നിലുള്ള സ്വീകരണ പരിപാടിക്ക് എല്ലാ വണ്ടിയും റെഡിയായി ലൈനിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ വണ്ടി ഇങ്ങനെ പിന്നോട്ടാണ്. അതിൻ്റെ ഗിയറിലും വീഴുന്നില്ല, സ്പീഡും കിട്ടുന്നില്ല, കണ്ണാടി വീണുപോയി. ഗിയർ വലിച്ചപ്പോൾ ഗിയർ തന്നെ മൊത്തം കയ്യിലിങ്ങ് പോന്നു. ഈ ജാതി വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ബേജാറാവണ്ട. ആ വണ്ടിയൊക്കെ നന്നാക്കാനുള്ള പരിപാടി ഉണ്ട്. ഓട്ടോമൊബൈൽസ് അങ്ങനെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അത് നന്നാക്കാനുള്ള ഒരു മാർഗമുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അങ്ങനെ പോവുകയാണ്. റസൂലുള്ളാഹിന്റെ വണ്ടി വളരെ ഉഷാറുള്ള വണ്ടിയാ. ബുറാഖ് എന്ന വണ്ടി വരെ ആ നബിക്കല്ലേ അള്ള കൊടുത്തത്. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമല്ല, അള്ള കൊടുത്തതാ, സ്പെഷ്യലാ. വേറെ എത്രയോ വണ്ടികൾ, എത്രയോ ഒട്ടകങ്ങളും കുതിരകളും നബിക്കല്ല നൽകിയിട്ടുണ്ട്. മാൻപേട ആ നബിയുടെ മുൻപിൽ വിനയത്തോടെ വന്നു. ഒട്ടകം നബിയുടെ മുൻപിൽ താഴ്മയോടെ വന്നു. അള്ളാഹുവിന്റെ ഹബീബിന് ഏത് ഒട്ടകവും ഏത് വാഹനവും വഴിപ്പെടും. അവിടുന്നും സ്വഹാബത്തും സഞ്ചരിക്കുമ്പോൾ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ വാഹനത്തിന് സ്പീഡില്ല. ഉടനെ ജാബിർ റളിയല്ലാഹു അൻഹു വലിയ ബേജാറായി. പടച്ചവനെ, നേതാവിന്റെ കൂടെ റസൂലുള്ളാഹിന്റെ കൂടെ പോകുമ്പോൾ നമ്മളെ വണ്ടി പിന്നിലായി പോയല്ലോ. ബേജാറോടെ നിൽക്കുമ്പോ ആരോ പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, ഇതാ റസൂലുള്ളാഹിന്റെ സമീപത്തൊന്ന് പോ, അവിടുന്ന് പരിഹാരമുണ്ടാക്കി തരുന്നതാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്ത് ഒട്ടകത്തെ കാണിച്ചപ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ഫമസഹ, അവിടുന്ന് ആ ഒട്ടകത്തിന്റെ ശരീരത്തിലൊന്ന് തടകിയപ്പോൾ ഒട്ടകത്തിന് സ്പീഡ് കൂടിയിട്ട് എല്ലാ ഒട്ടകത്തിന്റെയും മുന്നിൽ ജാബിറിന്റെ ഒട്ടകത്തി. ഇദ്ദേഹത്തിന്റെ ഒട്ടകമാണ് ഇപ്പൊ എല്ലാ ഒട്ടകത്തിന്റെയും മുന്നിലുള്ളത്. അങ്ങനെ വേഗത കൂടിയപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിറിനോട് ചോദിക്കുന്നു, അത്ബിഉ, നിന്റെ ഒട്ടകത്തെ നീ എനിക്ക് വിൽക്കുമോ? ജാബിർ പറയുന്നു, നബിയേ, ഞാനിത് വിൽക്കുന്നില്ല. കാരണം നല്ല സ്പീഡുള്ള ഒട്ടകമാണ്, അതുകൊണ്ട് വിൽക്കുന്നില്ല. ഈ സ്പീഡ് ഉണ്ടായതെങ്ങനെ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തടകിയിട്ടുണ്ടായ സ്പീഡാ. എന്നിട്ട് ജാബിർ പറയാ വിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, നിനക്ക് ഞാൻ വില തരാം, സംഖ്യ തരാം. ജാബിർ റളിയല്ലാഹു അൻഹു എന്നിട്ടും അതിന് മനസ്സില്ല. അള്ളാഹുവിന്റെ ഹബീബ് തടകിയ ഒട്ടകം ബർക്കത്തിന് വേണ്ടി സൂക്ഷിക്കണമെന്ന് വിചാരമാണ്, അല്ലാതെ നബിതങ്ങൾ പറഞ്ഞത് അനുസരിക്കാതിരിക്കാനല്ല. അവിടുന്ന് തൊട്ട ബർക്കത്തുള്ള വണ്ടി നമ്മളെ കയ്യിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെയും പറയുന്നു, ജാബിറെ, നിനക്ക് ഞാൻ വില തരാം. അങ്ങനെ അതിന് വില നിർണയിച്ചു. ആ ഒട്ടകത്തെ അതാ നൽകുന്നു. 300 ദിർഹം അതിന് പ്രതിഫലമായി അങ്ങോട്ട് നൽകുന്നു. അത് കീശയിലിട്ട് ഇങ്ങനെ എണ്ണി നോക്കുകയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഒട്ടകം നബിയുടെ സമീപത്ത്, ക്യാഷ് ഇതാ ജാബിറിന്റെ കീശയിൽ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജാബിറേ, ഈ പണം നിനക്ക് തന്നതുപോലെ ഒട്ടകവും ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു, രണ്ടും നീ എടുത്തോ. ജാബിർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെടുകയാണ്, ഇതെന്താണ് റബ്ബേ ഇങ്ങനെ? അവിടുന്ന് പറയുന്നു, ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദത്തുൻ വലാ തർഹഖു വുജൂഹും വലാ ഖതറും വലാ ദില്ലാ. ആരെങ്കിലും ഒരു മനുഷ്യൻ ഇസ്ലാമിന്റെ നിയമപ്രകാരം ജീവിച്ചാൽ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടാൽ, നബിയുടെ നിർദ്ദേശം വഴിപ്പെട്ടാൽ, അവന് 2 പ്രതിഫലം ഉണ്ട്. 2 പ്രതിഫലമുണ്ട്. പള്ളിക്കു നൽകി, മദ്രസക്ക് നൽകി, പ്രസ്ഥാനത്തിനു നൽകി. ഒരാൾ നൽകിയില്ല, മറ്റേയാൾ നൽകി. നൽകിയാൽ ആ നൽകിയവന് ഇരട്ടിക്കൂലിയാണ്. ആ ഇരട്ടിക്കൂലി ഉണ്ടെന്ന് അള്ളാഹ് പറഞ്ഞത് ഈ ആയത്തിലൂടെയാണ്. ആ ആയത്തിന്റെ അർത്ഥം ഞാൻ നിനക്കൊന്ന് ബയാൻ ചെയ്തു തന്നതാണ്. അതുകൊണ്ട് നിന്റെ ഒട്ടകവും നീ എടുത്തോ, ഈ സംഖ്യയും നീ എടുത്തോ. സഹീഹ് മുസ്ലിമിൽ ഹദീസ് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അച്ചടക്കത്തോടു കൂടിയുള്ള, അനുസരണത്തോടു കൂടിയുള്ള ജീവിതം. വാക്കിൽ അത് വേണം. നമ്മളെ ഓരോ വാക്കിലും അച്ചടക്കം വേണം, അച്ചടക്കം പാലിക്കണം. ബസ്സിനെ കയറിയിട്ട് ഒരാൾ വിളിച്ച് മുന്നിലുള്ള ആളോട് പറയാണ്, പിന്നെ നിന്റെ ടിക്കറ്റ് ഞാൻ എടുക്കട്ടോ. അപ്പൊ അവിടെ ഇങ്ങോട്ട്, വേണ്ട എൻ്റെ ഞാൻ എടുക്കും, നിന്റെ ഈ എടുത്തോ. അലഗ്. അപ്പൊ മൂന്നാമതൊരാള്, നിങ്ങളത് രണ്ടാളതും ഞാൻ കൊടുക്കും. ഈ ബഹളെല്ലാം കൂടി നടക്കുമ്പോ അതേ ബസ്സിലെ വേറൊരു സീറ്റിലിരുന്ന് ഒരാള് ഹദ്ദാദ് റാത്തീബ് ചെല്ലുന്നുണ്ട്. അയാൾ ഇങ്ങനെ നോക്കുകയാണ്, എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട്? ഓരോരോ മനുഷ്യന്മാര് അവരിങ്ങനെ ശപിക്കുകയാണ്. ബസ്സിൽ കയറിയാൽ അച്ചടക്കം വേണം, ഹോട്ടലിൽ കയറിയാൽ അച്ചടക്കം വേണം. ഒരു ചെറിയ കൗണ്ടർ അവിടെ കിട്ടി, ഞാൻ കൊട ബാഗ് കൊട അത് അവിടെ വെക്ക്, ഇവിടെ വെക്ക്, എല്ലാം കൂടി ഒച്ച ഉണ്ടാക്കിയിട്ട് ആകെ അങ്ങോട്ട് കൊളാക്കുകയാണ്. ശബ്ദങ്ങൾ, അത് ശബ്ദത്തിൽ മിതമായ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദമാണ് ഏറ്റവും മാതൃകക്ക് പറ്റിയ ശബ്ദം. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗൽ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബിയ്യി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദത്തെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. നബിയുടെ ശബ്ദം എത്രയായിരുന്നു? ഒരു പഠനം, ഒരന്വേഷണം. ഹബീബിന്റെ ശബ്ദം എത്രയാണ്? ആ ശബ്ദത്തെക്കാൾ നമ്മളെ ശബ്ദം ഉയരാൻ പാടില്ല. നബിയുടെ ശബ്ദം ഞാൻ പറഞ്ഞുതരാം. 2 ആൾ കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുമ്പോൾ 2 ആൾ മാത്രമേ കേൾക്കൂ. 3 ആളോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരം 3 ആൾ മാത്രമേ കേൾക്കൂ. 4 പേരോട് സംസാരിക്കുമ്പോൾ 4 ആൾ മാത്രമേ കേൾക്കേണ്ടതുള്ളൂ. 40 ആളോട് സംസാരിക്കുമ്പോൾ ഇസ്മാഉ 40, 40 ആളെ കേൾപ്പിക്കണം. 40-ലധികം ആളുണ്ടെങ്കിലോ അതിനനുസരിച്ചൊരു ചെറിയ മൈക്ക് സെറ്റോ മറ്റോ വെച്ച് ശബ്ദം കേൾപ്പിക്കണം. 40 വരെ സ്വന്തം ശബ്ദത്തിൽ ഖതീബ് കേൾപ്പിക്കുക. 40-ലധികം ആളുണ്ടെങ്കിൽ കമ്മിറ്റിയോട് ആവശ്യപ്പെടാം, ചെറിയൊരു ഉപകരണം വെച്ചാൽ ഉപകാരമായിരുന്നു. ഇതാണ്
ഇസ്ലാമിക സമൂഹത്തിന്റെ ശബ്ദത്തിന്റെ വോൾട്ടേജ്, ഈ വോൾട്ടേജിൽ അപ്പുറം കൂടിപ്പോയാൽ പള്ളിയിലെ ഉസ്താദിനെ നോമ്പ് തുറക്കാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി ഒരാൾ വന്നതാണ്. ഹൗലിന്റെ അടുത്ത് വന്നിട്ട്, അല്ല സക്കാഫി ഇവിടെ അല്ലേ, ഒന്നും ഇവിടെ വരാൻ പറയും, നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കൂടെ? ഞാൻ പിന്നെ ഇപ്പൊ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അല്ല, അതിനെ പറ്റി ഒന്ന് രണ്ട് ഇംഗ്ലീഷും നമ്മളെ ഉണ്ടാവുമല്ലോ. അയാളെന്തോ പിന്നെ ഷൊവലിലാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് വിളിച്ച് ബഹളം ഉണ്ടാക്കുകയാണ്. ശബ്ദം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം മിതഭാഷിയായിരുന്നു, സംസാരം തുടങ്ങാറില്ല. അങ്ങോട്ട് സംസാരിച്ചാൽ മാത്രം ചെറിയ മറുപടി പറയും. ഷാഫി ഇമാമാകട്ടെ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന മഹാന്മാർക്ക് അള്ളാഹ് വലിയ പൊരുത്തം കൊടുത്തിട്ടുണ്ട്. ശബ്ദം നമ്മൾ കുറക്കണം. ആ ശബ്ദത്തിൻ്റെ പവർ ഞാനിപ്പോഴും ആലോചിക്കുകയാണ്. കൊല്ലങ്ങൾക്ക് മുൻപ് ഒരു പള്ളിയിൽ നല്ല ശബ്ദമാധുര്യമുള്ള ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനോട് പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ ആളുകൾ ആവശ്യപ്പെട്ടു. നിങ്ങളൊന്ന് ഇമാമത്ത് നിന്നാൽ നാട്ടുകാർക്കൊക്കെ വളരെ സുഖമാണ്, സന്തോഷമാണ്, നിങ്ങളുടെ ശബ്ദം നല്ല ശബ്ദമായതുകൊണ്ട് ഒന്ന് ഇമാമത്ത് നിൽക്കുമോ എന്നൊരു സ്വാലിഹായ മനുഷ്യൻ ഈ ശബ്ദമാധുര്യമുള്ള ആളോട് ചോദിച്ചു. ഇയാൾ പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് ജലദോഷം. ഇങ്ങനെ പ്രസംഗത്തിന് ക്ഷണിക്കുമ്പോഴൊക്കെ ജലദോഷം പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന ആളുകളുണ്ട്. ഇയാൾ ഇമാമത്തിന് തയ്യാറായില്ല. അവസാനം ആ കമ്മിറ്റി ഭാരവാഹികൾ ആ പള്ളിയിലേക്ക് ശബ്ദമാധുര്യമുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ടു. കൊല്ലങ്ങൾ അധികമൊന്നും കഴിഞ്ഞില്ല. ഈ ശബ്ദമാധുര്യം നൽകി അള്ളാഹ് അനുഗ്രഹിച്ച മനുഷ്യന്റെ ശബ്ദം അള്ളാഹു എടുത്തു കളഞ്ഞു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം അതാ ഒരു പതുങ്ങിയ ശബ്ദമാണ്, ഒരു മൃഗത്തിൻ്റെതുപോലെയുള്ള എന്തോ ഒരു ഒച്ചപ്പാടാണ്. ശബ്ദത്തെ അള്ളാഹ് എടുത്തു കളഞ്ഞതാണ്. അതുകൊണ്ട് പള്ളിയിൽ വെച്ച് ശബ്ദമുണ്ടാക്കാൻ പാടില്ല, ഉസ്താദുമാരോട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല, മാതാപിതാക്കളോട് ഉറക്കെ സംസാരിക്കാൻ പാടില്ല. ഈ മര്യാദ മുസ്ലിമീങ്ങൾ പഠിക്കണം. നമുക്ക് ബസ്സിലായാലും കാറിലായാലും അങ്ങാടിയിലായാലും അവിടെ ഒന്നും ഉയർത്താനുള്ളതല്ല നമ്മളെ ശബ്ദം ഉയർത്താൻ പറ്റിയ ഒരു സന്ദർഭമുണ്ട്. അതേതാണെന്നറിയാമോ? ഇതെന്തുഹിക്കത്ത് ഹുറുമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹുർമത്തുകൾ എവിടെയെങ്കിലും പിച്ചു ചീന്തപ്പെട്ടാൽ അവിടെ നമുക്ക് ശബ്ദമിടാം. അള്ളാഹു ആദരിച്ച ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഏതെങ്കിലും ഒരു നേതാവിനെ, ഒരു ആലിമിനെ, ഒരു ഉസ്താദിനെ, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാളുണ്ടിങ്ങനെ ആക്ഷേപിക്കുന്നു, ചീത്ത പറയുന്നു, ആ സമയത്ത് ശബ്ദമുയർത്തിയിട്ട് പ്രതികരിക്കാവുന്നതാണ്. കാരണം അത് അള്ളാഹുവിന് വേണ്ടിയുള്ള ശബ്ദമാണ്. മാതാപിതാക്കളോട് ശബ്ദിക്കുമ്പോൾ അവരെ ശബ്ദത്തേക്കാൾ നമ്മളെ ശബ്ദം ഉയരാൻ പാടില്ല. ബാപ്പയോടും ഉമ്മയോടും ശബ്ദിക്കുമ്പോൾ നമ്മളെ ശബ്ദമൊന്ന് താഴണം. സുബ്ഹാനല്ലാഹ്, ഞാനിപ്പോഴും അഭിമാനിക്കുകയാണ്. എൻ്റെ ബാപ്പ എന്നോട് സംസാരിക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ആ ബാപ്പയുടെ ശബ്ദത്തേക്കാൾ എൻ്റെ ശബ്ദം, അള്ളാഹുവാണ് സത്യം, ഉയർന്നിട്ടില്ല എന്നിപ്പോൾ അഭിമാനത്തോടെ ഞാൻ പറയുന്നു. കാരണം എൻ്റെ ബാപ്പ മാത്രമായിരുന്നില്ല, എൻ്റെ ഉസ്താദ് കൂടിയായതുകൊണ്ട്. കിട്ടിയാൽ 2 പൊരുത്തം, പോയാലോ 2 നഷ്ടം. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ പ്രകാശം കൊണ്ട് നിറക്കട്ടെ. നമ്മളെ മാതാപിതാക്കളെയും നമ്മയും അല്ലാഹു സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തരട്ടെ. അവരോട് സംസാരിക്കുമ്പോൾ നമ്മളെ ശബ്ദമുയരാൻ പാടില്ല. നമ്മളൊരു പക്ഷേ പണ്ഡിതനാണ്, ആ ബാപ്പയോ ഇപ്പോഴും ഒരു ചുമട്ടുതൊഴിലാളിയാണ്, അല്ലെങ്കിൽ വയസ്സായി ഒരു പണിയുമില്ല, കഷ്ടപ്പെട്ടിങ്ങനെ കൂടുകയാണ്. ആ ബാപ്പ നമ്മളോട് ചോദിക്കും, എടോ. അപ്പം നമുക്ക് തോന്നും, എന്നെ എടോന്നോ? നമ്മൾ പള്ളിയിലെ ഇമാമാണ്, കാളിയ, ബാപ്പക്കെന്തോ വിവരമുണ്ടോ? ഏയ്, ബാപ്പക്ക് നീ ഇപ്പോഴും മകൻ തന്നെയാണ്, നീ അത് മറന്നു പോകണ്ട. വിശുദ്ധ കഅബാലയത്തിലേക്ക് സ്വന്തം ഉമ്മയെ ഹജ്ജിന് കൊണ്ടുപോവുകയാണ്. ആ ഉമ്മയെ കഅബ ഷരീഫിന്റെ അടുത്തെത്തിക്കാൻ മകൻ വളരെ പ്രയാസപ്പെട്ടു. ഉമ്മ നടക്കാത്തത് കൊണ്ട് ഉമ്മാനെ ചുമലിലെടുത്തു വെച്ചു. കഅബ ഷരീഫിന്റെ അടുത്തെത്തിയിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഉമ്മ പറയുന്നു, മോനെ, എന്നെ കൊണ്ട് ഇറങ്ങാൻ കഴിയൂല. ഉമ്മ, നിങ്ങളല്ല പറഞ്ഞത് അവിടുന്ന് പുറപ്പെടുമ്പോൾ അവിടെ എത്തിയാൽ നമ്മളായിക്കോളൂ എന്നല്ലേ പറഞ്ഞത്? ആ കണ്ടീഷനിലല്ലേ നമ്മൾ പുറപ്പെട്ടത്? കവർ അങ്ങനല്ലിട്ട് ഹജ്ജിന്റെ കവറിലെ കയറ്റുമ്പം പറഞ്ഞതാണത്. അവിടെ എത്തിയാൽ ഞാൻ ആയിക്കോളാം. അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്.
ഉമ്മക്ക് ഏതായാലും ഇത് പറയാലോ. ഉമ്മ പറഞ്ഞു, മോനെ അവിടെ എത്തി അയ്യ നോക്കണ്ട, അവിടെ എനിക്ക് എല്ലാ ആഫിയത്തും കിട്ടും, ഉറപ്പാ. എന്നാ അങ്ങനെ ആയിക്കോട്ടെ. കാരണം ഇവന്റെ കൂടെ വേറെ ഉപഗ്രഹങ്ങളുണ്ട്, ഭാര്യയുണ്ട്, വേറെ പലരും ഉണ്ട്. ഇതെല്ലാം വന്ന് നോക്കണ്ടേ. അവിടെ എത്തിയിട്ട് ഉമ്മ ഇറങ്ങുന്നില്ല. ഉമ്മാനെ മെല്ലെ ചുമലിൽ വെച്ച് കഅബ ശരീഫിന്റെ ചുറ്റും അതാ 7 തവാഫ് ചെയ്തപ്പോ ഉമ്മ പറയുന്നു, മോനെ എനിക്ക് ആശ പൂർത്തിയായിട്ടില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തവാഫ് ചെയ്ത മുഴുവൻ അമ്പിയാക്കളും തവാഫ് ചെയ്ത ഈ കഅബ തവാഫ് ചെയ്തിട്ട് ആശ പൂർത്തിയാകുമോ? കുറെ ചുറ്റി എല്ലാം ആശ തീർത്ത് ഉമ്മക്ക് നല്ല റാഹത്തായി. ഉമ്മ പറഞ്ഞു, ഇനി വേണ്ട, ഇനി ഞാൻ റൂമിലിരുന്ന് മുസ്ഹഫ് ഓതിക്കോളാം. ഈ നല്ല മോനാണ്. സർട്ടിഫിക്കറ്റൊക്കെ മകൻ വാങ്ങിവെച്ച് വലിയ പൊരുത്തമാ മകന് കിട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്. ആ മകൻ റസൂലുള്ളാഹിന്റെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ഉമ്മയെ ഇന്ന രൂപത്തിലൊക്കെ ഞാൻ ഹജ്ജും തവാഫും ചെയ്യിപ്പിച്ച് വളരെ സേവനം ചെയ്തിട്ടുണ്ട്. ആ ഉമ്മയും ഞാനും തമ്മിലുള്ള ഹക്ക് ഇതോടുകൂടി അവസാനിക്കുമോ നബിയേ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മറുപടി, ഇല്ല മോനെ, ഒരിക്കലും പൂർത്തിയാവുകയില്ല. ആ ഉമ്മയും ബാപ്പയും നിന്നെ വളർത്തുന്ന സമയത്ത് നീ ഇങ്ങനെ വളരണം എന്ന വിചാരത്തോടു കൂടിയാണ് ഉമ്മയും ബാപ്പയും നിന്നെ വളർത്തിയത്. നീ ഇപ്പൊ അങ്ങോട്ട് നോക്കുന്നതോ ആ ഉമ്മയും ബാപ്പയും ഒന്നും മരിച്ചു കിട്ടിയാൽ, അങ്ങനെ ഉണ്ടല്ലോ ഉസ്താദെ, ബാപ്പക്ക് എങ്ങനെയുണ്ട് ഉസ്താദെ? സുഖമുണ്ട് സുഖനുണ്ടാവേണ്ട ഉസ്താദെ, അങ്ങനെ പറയുന്നില്ലേ ബ്രേക്കറ്റിലെ? മരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് വേറക്കണം എന്ന അർത്ഥത്തിലാണ് ഉമ്മനെയും ബാപ്പനെയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, അവരെ മുമ്പിൽ അവരെ വെറുപ്പിക്കുന്ന ഒരൊറ്റ ശബ്ദവും പാടില്ല. ഫലാത്തക്കുല്ലഹുമാ ഉഫിൻ. നമ്മളെ സംസാരത്തിൽ മണക്കുന്നു എന്ന് പറയാൻ പാടില്ല. ഉഫിൻ എന്ന വാക്കിന്റെ ഒരു അർത്ഥം മണക്കുന്നു എന്ന് പറയൽ മൂക്കോണ്ടേ അങ്ങനെയുണ്ടല്ലോ, അവര് മൂത്രിക്കുകയും കാഷ്ടിക്കുകയും ചെയ്യുമ്പോണ്ടാവും ആ മണം അങ്ങനെ പ്രകടിപ്പിക്കലാണ്. ആകെ മൂത്രിച്ചല്ലേ, രാവിലെ കംപ്ലീറ്റ് വൃത്തിയാക്കിയാ ഞാൻ പോയത്. വെള്ളം കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെയും കുടിക്കും. ഞാൻ പറഞ്ഞത് അതിന് കൊടുക്കരുത്. ആരാ പറയുന്നത്? വലിയ ഉഷാറ് ടെറസ് വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. ബാപ്പ മുഴുവനും ഇവന്റെ അടിയിലാണെന്നാണ് ഇവന്റെ വിചാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സംസാരമൊന്ന് കുറക്കണം, കലാമൊന്ന് കുറക്കണം. ഷാഫി ഇമാം പറഞ്ഞതുപോലെ ഖൈറുൽ കലാമി അസ്സുംതു. സംസാരത്തിൽ ഏറ്റവും നല്ല സംസാരം മൗനമാകലാണ്. മൗനത്തിന് വളരെ ഭംഗിയുണ്ട്. മൗനമായി നിന്നാൽ വളരെയധികം വിജയമുണ്ട്. പറയേണ്ട സമയത്ത് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം, എന്നിട്ട് ഗുണമുണ്ടെന്ന് കണ്ടാലേ പറയാൻ പാടുള്ളൂ. ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് സ്വന്തം കുഞ്ഞിനെ കണ്ടപ്പോൾ, എങ്ങനെ മറിയമേ നിനക്ക് കുഞ്ഞുണ്ടായി എന്ന് മറിയം ബീവിയോട് ചോദിച്ചപ്പോൾ മറിയം ബീവിയുടെ മറുപടി, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ നുകല്ലിമൽ യൗമ ഇൻസിയാ. എല്ലാറ്റിനും മറുപടി കൊടുക്കരുത്. ആദർശ രംഗത്തായാലും പ്രാസ്ഥാനിക രംഗത്തായാലും റോട്ടിന്റെ സൈഡിലുള്ള ചർച്ചയിൽ നമ്മൾ പങ്കെടുക്കരുത്. ഓവുപാലത്തിന്റെ മുകളിൽ ചർച്ചയിൽ നമ്മൾ സജീവമാകരുത്. തെമ്മാടികൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കരുത്. മറിച്ച് മെല്ലെ അവരെ എന്ത് വേണം, അവരാ ലഹരിയെല്ലാം തീർന്ന് കള്ളിന്റെ ലഹരിയിൽ നിന്ന് മുക്തമായാൽ വൈകുന്നേര സമയം മെല്ലെ വീട്ടിലേക്ക് അവരെ വിളിക്കുക. ആ വേണ്ടാത്തത് പറഞ്ഞ കുട്ടീനെ വീട്ടിലേക്ക് വിളിക്കുക. വീട്ടിലേക്ക് വിളിച്ചിട്ട് ഒരു ചായ സാപ്പാട് എല്ലാം കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇന്ന് രാവിലെ ആ റോഡുമേൽ വെച്ച് എന്തോ സംസാരിക്കുന്നത് കേട്ടു, ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നതാണ്. എന്നിട്ട് അങ്ങ് തുടങ്ങി അതിന് മറുപടി കൊടുത്താൽ ആ ചെറുപ്പക്കാരനെ ആദർശ രംഗത്ത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. മറിയം ബീവി ഒരക്ഷരം മിണ്ടിയില്ല, ഒന്നും പറഞ്ഞില്ല. അവര് ചോദിച്ചു, യാ മറിയമു അന്നാ ലക്കി ഹാദാ, നിനക്കെങ്ങനെ മറിയമേ ഈ കുഞ്ഞനുണ്ടായി? നിനക്ക് ഭർത്താവില്ലല്ലോ. എങ്ങനെ? യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. എൻ്റെ ബാപ്പ ഒരു തെമ്മാടിയായിരുന്നില്ല, എൻ്റെ ഉമ്മ ഒരു തേവിടിശിയുമായിരുന്നില്ല. പിന്നെ നിനക്ക് എങ്ങനെ ഈ തോന്നിയാസത്തിലൂടെ കുഞ്ഞനുണ്ടായി? ഒരൊറ്റ വാക്കും മറിയം പറയാത്തത് കൊണ്ട് അള്ളാഹു ചെയ്യുന്ന ഹിക്മത്ത് നോക്കൂ. അള്ളാഹ് വലിയ ഹക്കീമാണ്. സുഹൃത്തുക്കളെ, ഈ റമദാനിൽ നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ മറുപടി പറയണ്ട. ഉമ്മ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മനോട് മറുപടി പറയണ്ട.
ഉസ്താദ് പറഞ്ഞാലും മറുപടി പറയണ്ട. അതാണല്ലോ മൂസ നബി അലൈഹിസ്സലാമും ഖദിർ അലൈഹിസ്സലാമും കൂടിയുള്ള ആ യാത്രയിൽ അങ്ങനെ പോയിട്ട് فوجد عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. ഖദിർ അലൈഹിസ്സലാമിന്റെ അടുത്തെത്തി. ഖദിർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പോവുക. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ മൂസ അലൈഹിസ്സലാം എന്ന് പറഞ്ഞ ആൾ? ഇത്ര ധൈര്യമുള്ള ആളാണ്. നിങ്ങളറിയോ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വന്തം ഭാര്യയ്ക്ക് ഗർഭമാണ്, പൂർണ്ണ ഗർഭമാണ്. മദീന എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് സ്വന്തം ഭാര്യയെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അതാ മിസ്റിലേക്ക് പുറപ്പെടുകയാണ്. ഉമ്മനെ കാണാൻ പോവുക മൂസാ നബി അലൈഹിസ്സലാം. ഉമ്മാന്റെ അടുത്തേക്ക് പോവുക ഭാര്യയെയും കൊണ്ട്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭാര്യ ചോദിച്ച് ഭർത്താവിനോട് എങ്ങോട്ടാ പോകുന്നത്? ഭർത്താവിന്റെ മറുപടി, ഉമ്മാനെ, എൻ്റെ ഉമ്മ ഈജിപ്തിലാണുള്ളത്, ആ ഉമ്മനെ ഒന്ന് കാണണ്ടേ. മരുമകളെ ഉമ്മക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഉമ്മാന്റെ അടുത്തേക്ക് മരുമകളെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. മരുമകളെ കാണാൻ വേണ്ടി ഉമ്മനെ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ല വേണ്ടത്, അങ്ങോട്ട് കൊണ്ടുപോയി. ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് അങ്ങനെ നടന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ മൂസ നബിയോട് വഴിതെറ്റിപ്പോയി. കുറെ ആടുകളുണ്ട് കൂടെ. ആടുകളൊക്കെ ചിഹ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി, ചിതറിപ്പോയി. നല്ല ഇരുട്ടും നല്ല തണുപ്പും. അങ്ങനെ അതാ ഒരു മലയുടെ താഴെ എത്തിയപ്പോൾ അടിവാരത്തെത്തി. അതിനപ്പുറം മലപ്പുറം പിന്നുള്ളത്. മലപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു വെളിച്ചം കണ്ട്. മലപ്പുറത്ത് വെളിച്ചം കണ്ടപ്പോൾ, ഇതൊക്കെ ഖുർആനിലുള്ള സംഭവമാണ്, സൂറത്തുൽ ഖസസിൽ ഇതെല്ലാം പറയുന്നുണ്ട്. നാളെ നോക്കിയിട്ട് മലപ്പുറം എന്നുള്ള വാക്ക് കാണാഞ്ഞിട്ട് ബേജാറാവരുത്. തൂർ പർവ്വതനിര, ആ മലയുടെ മുകളിൽ ഒരു വെളിച്ചം കണ്ടപ്പോൾ ഇത് കാല മുസാ ലിയഹ്ലിഹിം കുസൂ ഇന്നി അറാനാറാ. ഓ പ്രിയപ്പെട്ട ഭാര്യ, ഇവിടെ നിൽക്ക്. അപ്പോഴേക്ക് ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്. പ്രസവിച്ചു, പ്രസവം നടന്നു. ആ പെറ്റ കുഞ്ഞിനെയും കൊണ്ടും ആ ഭാര്യ അവിടെ അങ്ങനെ കൂടുമ്പോൾ ഭർത്താവ് പറയുന്നത് എന്താണ്? ഭാര്യയോട് ഭർത്താവിന് സ്നേഹം വേണം, നല്ല സ്നേഹം വേണം. പ്രസവിച്ച് കിടക്കുന്ന ഭാര്യ, ആ ഭാര്യയ്ക്ക് ആവശ്യമായ തീ കൊടുക്കണം, ചൂട് കൊടുക്കണം, ചായ കൊടുക്കണം, എല്ലാം കൊടുക്കണം. പ്രസവിച്ചപ്പോ കുട്ടിയാണോ പെണ്ണോ എന്ന് നോക്കിയിട്ടല്ല സേവനം ചെയ്യേണ്ടത്. അവള് പിന്നെയും പെറ്റത് അവളെ ജാതി തന്നെയാ. നമ്മളോരോരോ തലയില വര. പെൺകുട്ടി ജനിച്ചാൽ ബർക്കത്ത്, ആൺകുട്ടി ജനിച്ചാൽ ഖൈറ്, അങ്ങനെയാണ് മുദ്രാവാക്യം. പെൺകുട്ടി ജനിച്ചാൽ ബർക്കത്ത്, ആൺകുട്ടി ജനിച്ചാൽ ഖൈറ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യ പ്രസവിച്ചു. കുട്ടിയാണോ പെണ്ണോ എന്ന് ദയവായി എന്നോട് ആരും ചോദിക്കരുത്. അത് കണ്ടിട്ടില്ല, കാണാൻ ശ്രമിച്ചു, കണ്ടിട്ട് പറഞ്ഞു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. അവനെ കുഞ്ഞനെയും തള്ളയെയും അവിടെ ആക്കി മൂസ അലൈഹിസ്സലാം മലപ്പുറത്തേക്ക് പുറപ്പെടുകയാണ്. അങ്ങോട്ട് പോയി. ഈ സ്ത്രീ എന്തൊരു മര്യാദയുള്ള സ്ത്രീയാണ്. സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം. ആ പെണ്ണ് വളരെ അച്ചടക്കമുള്ളവരാണ്. പോകണ്ട എന്ന് പറഞ്ഞില്ല, പോയി. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു തീ കാണുന്നു. മൂസ അലൈഹിസ്സലാമിന് സമാധാനമായി. പടച്ചവനെ, ഈ വെളിച്ചം കിട്ടിയാൽ എനിക്ക് വഴി നോക്കി മരുഭൂമിയിലൂടെ പോകാമല്ലോ. ആ തീ ആണെങ്കിൽ ആ തീ കിട്ടിയാൽ എൻ്റെ ഭാര്യയ്ക്ക് അല്പം ചൂട് കൊടുക്കാമല്ലോ. പക്ഷേ ആ വെളിച്ചത്തിന്റെ സമീപത്തെത്തിയപ്പോഴാണ് ഇത് സാധാരണ വെളിച്ചമല്ല. ലോകത്തിന്റെ റബ്ബായ സയ്യിദായ റബ്ബ് മൂസ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഈ വെളിച്ചം നിന്റെ ഭാര്യയ്ക്ക് മാത്രം കൊടുക്കാനുള്ള വെളിച്ചമല്ല, ഇത് ലോകത്തിന് മുഴുവനും വിതരണം ചെയ്യാനുള്ള വെളിച്ചമാണ്. ഈ വെളിച്ചത്തിന്റെ ചെറിയൊരു ഭാഗവുമായി ഫിർഔന്റെ കൊട്ടാരത്തിലേക്ക് പോകാം. ലോകം മുഴുവനും ഈ പ്രകാശം നീ കൊണ്ടുപോയി വിതരണം ചെയ്യണം. ആ വെളിച്ചം അവിടുന്ന് വാങ്ങി മൂസ നബി അലൈഹിസ്സലാം അതാ പോകുന്നു ഫറോവയുടെ കൊട്ടാരത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, കയ്യിലുള്ള വടി നിലത്തിടാൻ റബ്ബ് പറഞ്ഞു. നിലത്തിട്ടു, അത് പാമ്പായി മാറി. ആ പാമ്പിന്റെ രൂപം പ്രാപിച്ച വടി എടുക്കാൻ വേണ്ടി മൂസാ നബിക്ക് പേടി തോന്നിയപ്പോൾ റബ്ബ് പറയുന്നു, ലാ തഖഫ് സനുഈദുഹാ സീറത്തൽ ഊലാ.
പാമ്പാണ് കടിക്കുമെന്ന് വിചാരിക്കരുത്. നീ നബിയാണ്, ഹിമ്മത്തുള്ള ആളാണ്, ഒരു പാമ്പിന്റെയും വിഷം തന്നെ ബാധിക്കുകയില്ല. ഫറോവയുടെ സമീപത്തേക്കാണ് പോകാനുള്ളത്. പാമ്പിനെ പേടിക്കുന്നവൻ ഫറോവയെ പേടിച്ചു പോകും. അതുകൊണ്ട് പാമ്പിനെ പേടിക്കാത്ത ഒരു ധൈര്യം നിനക്ക് ലഭിക്കണം. നല്ല മനക്കരുത്ത് വേണം. ആ മനക്കരുത്തുണ്ടെങ്കിൽ ഫറോവ പ്രശ്നമല്ല. അത്ര ധൈര്യമുള്ള മൂസ നബി അലൈഹിസ്സലാമാണ് പഠിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇൽമിന്റെ അഹ്ലുകാരെ, ഒരുപാട് കാലം നിസ്കരിച്ച് നോമ്പ് നോറ്റ് പ്രവർത്തന രംഗത്തുള്ളവർ മുഴുവനും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. പിന്നെയും പിന്നെയും മഹാന്മാരെ സമീപത്ത് പോകണം, അവരിൽ നിന്ന് ലഭിക്കണം, തബറുക്ക് വാങ്ങണം. മൂസ അലൈഹിസ്സലാമും അതാ യൂസഫും കൂടി പുറപ്പെട്ട് ഫവജദ അബ്ദൻ മിൻ ഇബാദിന ആതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിന വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ. അവിടെ എത്തി. അവിടുന്ന് ഇൽമുകളെല്ലാം വാങ്ങി, അവിടുന്ന് ഇൽമു വാങ്ങുന്ന ശ്രമത്തിൽ ഏർപ്പെട്ട് ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര പോകുമ്പോൾ ആ കപ്പലിന്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തൊരു ചെറിയ പൈങ്കിളിയെ ഖദർ അലൈഹിസ്സലാം മൂസ നബിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ പക്ഷി അതാ ആ കപ്പലിന്റെ മുകളിൽ നിന്ന് ഇടയ്ക്കിടെ ബഹറിലേക്ക് പോയി വെള്ളം കൊത്തുന്നു. വെള്ളം മുക്കിയെടുത്ത് പിന്നെയും ആ കപ്പലിന്റെ മുകളിലേക്ക് പോകുന്നു. മൂസ അത് കണ്ടോ? ഈ പക്ഷിയുടെ കൊക്കിൽ ബഹറിന്റെ വെള്ളത്തിൽ നിന്ന് എത്ര ഭാഗമാണ് കൊക്കിൽ വരുന്നത് ഓരോ സമയവും? മൂസ അലൈഹിസ്സലാം പറഞ്ഞു, വളരെ 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 തുച്ഛം. എങ്കിൽ ഇതാ എനിക്കും നിനക്കും കൂടിയ കിട്ടിയ ഇൽമ് ഈ പക്ഷിയുടെ കൊക്കിൽ ബഹറിൽ നിന്ന് കിട്ടിയ വെള്ളത്തിന്റെ അംശം പോലും ഇല്ല. അത്ര വലിയ ഇൽമ് ലോകത്തും ഉണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ യാത്രയിൽ 2-3 സംഭവങ്ങൾ, ആ സംഭവങ്ങളെല്ലാം മൂസാ നബി അലൈഹിസ്സലാം പഠിക്കുകയാണ്, അതെല്ലാം കാണുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഉസ്താദുമാരോടുള്ള ബഹുമാനം, മാതാപിതാക്കളോടുള്ള ബഹുമാനം, അവരുമായുള്ള ബന്ധം, അച്ചടക്കത്തിലൂടെ കിട്ടാൻ പോകുന്ന ഭാഗ്യങ്ങൾ, പുരോഗതികൾ, അനുസരണത്തിലൂടെ ലഭിക്കാൻ പോകുന്ന വലിയ സന്തോഷങ്ങൾ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന ആ യുവാവ്, ആ ബാലൻ, പിതാവില്ലാതെ ജനിച്ച പശ്ചാത്തലത്തിൽ മറിയമിനെ കളിയാക്കാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ മറിയമിന്റെ മറുപടി ഞാൻ മിണ്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി മിണ്ടാൻ തുടങ്ങി എന്നാണ് അതിന്റെ അർത്ഥം. നല്ല ബാപ്പ, നല്ല മനുഷ്യൻ, വേണ്ടാത്ത സംസാരത്തിന് പോകാതെ അച്ചടക്കത്തോടു കൂടി ജീവിച്ചാൽ നമ്മളെ മക്കളും മിടുക്കന്മാരായി മാറും. അള്ളാഹു നമ്മളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കി തരട്ടെ. മണ്ണാർക്കാട്ടുകാരനായ ഒരു സഹോദരൻ, അയാളുടെ ഒരു കുട്ടി സഖാഫിയാണ്, വേറൊരു കുട്ടി അഹ്സനിയാണ്. ഇനി ആലിമീങ്ങൾ ഒരുപാട് സനതുള്ളവരുണ്ട്, അവരെല്ലാവരെയും കൂടി പേരെന്താണ് പറയാത്തത് എന്ന് നിങ്ങൾ സംശയിക്കരുത്. ഈ സംഭവത്തിൽ ഈ 2 വരേണ്ടതുള്ളൂ. അപ്പോ ഹജ്ജിന് പോയപ്പോ അവിടുന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇതാരാ കൂടെ ഉള്ളത്? ഇത് ബാപ്പയാണ്. അങ്ങനെ ബാപ്പ മാത്രമുള്ള സമയത്ത് ഞാൻ ബാപ്പയോട് സംസാരിച്ചു, എന്തൊക്കെയാണ് നിങ്ങളുടെ സ്ഥിതി? അപ്പൊ അയാൾ ഇങ്ങനെ പറയാണ്, ഞാനവിടെ മണ്ണാർക്കാട് അവിടെ ചെറിയ കച്ചവടം, ഹോട്ടൽ കച്ചവടം, അത് രാവിലെ ഒരു ചായയും പിട്ടും മാത്രം. അതൊരു 10 മണി വരെ ആളുകളൊക്കെ വന്നു തിന്നും, അങ്ങനെ പോവും. അതിൻ്റെ കണക്കൊക്കെ എഴുതി വെച്ച് അങ്ങനെ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ നാട്ടിലൊരു വയലൊക്കെ ഉണ്ടായിരുന്നു. ആ വയലിന് പോയപ്പോൾ ഉസ്താദ് ദ്വാരുന്നു. അങ്ങനെ നമ്മളെ മകനെ അള്ളാൻ്റെ തൗഫീഖ് കൊണ്ട് ഓതാൻ പറഞ്ഞേച്ച്. പിന്നെ അതിൻ്റെ താഴെയുള്ളതും അതിൻ്റെ താഴെയുള്ളതൊക്കെ ഇപ്പോൾ എല്ലാം നല്ല ആലിമീങ്ങളാണ് എന്ന് ഇയാളിങ്ങനെ കരഞ്ഞിട്ട് പറയാ. വളരെ ശാന്തമായി ജീവിച്ച, വളരെ അച്ചടക്കത്തോട് കൂടി ജീവിച്ച ആ മനുഷ്യൻ വിജയിച്ചു. വലിയ ബർക്കത്ത് അയാൾക്ക് ലഭിച്ചു, വലിയ സന്തോഷം അയാൾക്ക് ലഭിക്കുകയാണ്. ഇതെങ്ങനെ കിട്ടിയതാണെന്നറിയാമോ? സംസാരത്തിൽ ശ്രദ്ധിച്ചാൽ, നമ്മളെ വാക്ക് നമ്മളൊന്ന് നിയന്ത്രിച്ചാൽ റബ്ബ് നമുക്ക് പൊരുത്തം തരും. വേണ്ടാത്ത ഒന്നും നമ്മളെ നാവ് കൊണ്ട് പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ കാണാൻ അല്പം ഉയരം കുറഞ്ഞ പെണ്ണാണ്. സഫിയ റളിയല്ലാഹു അൻഹ ഭംഗിയുണ്ടെങ്കിലും ഉയരം കുറവാണ്. ഒരു ദിവസം നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ഭംഗിയേക്കാൾ കൂടുതൽ ബുദ്ധി കൂർമ്മതയാണ്. നല്ല തൻ്റെടാ ആയിഷ ബീവിക്ക്. ആയിഷ ബീവിയുടെ നബിക്ക് വലിയ ഇഷ്ടമാണ്. ഇഷ്ടമുണ്ടാവാനുള്ള കാരണം ഭംഗി കൊണ്ടല്ല, ബുദ്ധി കൂർമ്മത കൊണ്ടാണ്. സിദ്ദീഖിന്റെ മകളാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹ.
ഒരു ദിവസം എന്തോ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആയിഷ ബീവിയുടെ മറുപടി, ആയിഷന്റെ പ്രതികരണം, ഹസുബുക സഫിയ, നിങ്ങൾക്കിന് സഫിയ മതിയല്ലോ. ആ സംസാരിക്കുന്ന സമയത്ത് സഫിയ എന്ന കുള്ളത്തി മതിയല്ലോ. ഉയരം അല്പം കുറവാ സഫിയക്ക്, നിങ്ങൾക്ക് ആ ഉയരം കുറഞ്ഞ സഫിയ മതിയല്ലോ എന്നൊരൊറ്റ വാക്ക് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ ഒരൊറ്റ വാക്കല്ലാതെ അത്തരം വാക്ക് വന്നിട്ടില്ല. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേൾക്കുമ്പോൾ ആയിഷ ബിവിയോട് പറയുകയാണ്, ലൗ മുസിജത് ബിമാഇൽ ബഹരി ലന്തനതുഹു ഇന്നകി ഖുൽതി ഖൗല ലൗ മുസിജത് ബിമാഇൽ ബഹരി ലന്തനതുഹു. ഓ ആയിഷ, നീ പറഞ്ഞ ആ വാക്ക് 7 സമുദ്രത്തിലുള്ള വെള്ളത്തിലിട്ട് കലക്കിയാൽ ആ 7 സമുദ്രത്തിലെ മുഴുവൻ വെള്ളത്തെയും അത് മണപ്പിച്ച് കളയും ആയിഷ. അതുകൊണ്ട് നിന്റെ സംസാരത്തിൽ ഒരിക്കലും തന്നെ ഇഷ്ടമില്ലാത്തൊരു വാക്കും പറയരുത്. സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പൊരുത്തം ആയിഷ ബീവി അതാ വാങ്ങുന്നു. ഗീബത്ത്, നമീമത്ത് ഒന്നും നമ്മൾ പറയരുത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം ഹജ്ജാജ് ഭരിക്കുന്ന കാലമാണ്. രാഷ്ട്രീയക്കാരെ പറ്റി ഗീബത്ത് പറഞ്ഞൂടെ? നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടെ? ഞാൻ പറയുന്നു, ഗീബത്ത് എന്തായാലും പറയാൻ പറ്റില്ല. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കളെ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാവാണ്. ആ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഒരു മനുഷ്യനെന്തോ ചില വാക്കുകൾ പറഞ്ഞു ഇബ്നു ഉമറിനോട്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് പറയാ, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഉടനെ തന്നെ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ സംബന്ധിച്ച് ഇബ്നു ഉമറിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ പ്രതികരണം, നിങ്ങളെ എന്നോടിത് പറയണ്ട, നിങ്ങൾ ഹജ്ജാജിന്റെ അടുത്ത് പോയി ഈ വിവരം ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം, എന്നാൽ അയാൾ തിരുത്തി നന്നാവും. ഇവിടുന്ന് ഇതിങ്ങനെ പറഞ്ഞ എന്നെ കേൾപ്പിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. എന്തൊരു മര്യാദ! എല്ലാ നന്മയിലേക്കും അള്ളാഹു നമുക്ക് വഴി കാണിച്ചു തരട്ടെ. നിങ്ങളറിയോ, വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന ബഗ്ദാദ് ഭരണം നടത്തുന്ന വലിയ രാജാവ്, ആ രാജാവ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് ആവശ്യപ്പെടുകയാണ്, തമാശ പറയാൻ വേണ്ടി ഒരാളെ കിട്ടിയാൽ നന്നായിരുന്നു. അങ്ങനെയുണ്ട്, ടൈം പാസിങ്ങിന് വേണ്ടി ആളെ കിട്ടാതെ വരുമ്പോൾ നമ്മളെ അഷ്റഫ് ഉണ്ടോ നോക്ക് അവിടെ ആ റോഡുമേൽ. എന്തേ? ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞ സമയം കൊണ്ട് പോയി കിട്ടും. ഓ നല്ല ബഡായിൻ്റെ ആളാ. ചിലര് ബഡായി, ചിലര് ചോട്ടായി. ഒരാൾ പോകുന്നുണ്ട്, ഹലോ എന്തൊക്കെ ഹാല്, പോരാ, ശരിയാവില്ല. തമാശ പറയാൻ പറ്റിയ ഒരു മഹ്ലൂക്കിനെയും കിട്ടിയില്ല. കുറേ നിന്നപ്പോഴതാ അവസാനം ആരെയും കിട്ടാതെ ബേജാറായി നിൽക്കുമ്പോൾ ഒരു മനുഷ്യനുണ്ട് ഇങ്ങനെ നടന്നു വരുന്നു. വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പോലും ആദരിച്ച വലിയ പണ്ഡിതനായ അതാ ഇബ്നു അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പാറാവുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഹലോ ഒന്ന് ഇവിടെ വരണം, രാജാവ് വിളിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ അതാ ഇബ്നു അബീ റബാഹ്, അക്കാലത്തുള്ള ഭരണാധികാരികൾ വിളിച്ചാലും പണ്ഡിതന്മാര് പോകും. എന്തിന്? നല്ലത് പറഞ്ഞാൽ കേൾക്കും, വേണ്ടാത്തത് പറഞ്ഞാലോ തിരുത്തും. ആ കഴിവുണ്ടെങ്കിൽ ഭരണാധികാരിന്റെ സമീപത്ത് പോകാം, മന്ത്രിന്റെ അടുത്ത് പോകാം, മുഖ്യമന്ത്രിന്റെ അടുത്ത് പോകാം, പ്രധാനമന്ത്രിന്റെ അടുത്ത് പോകാം. നല്ലത് പറഞ്ഞാൽ സ്വീകരിക്കുക, നല്ലതല്ലാത്തത് പറഞ്ഞാൽ തിരുത്തുക. ഇതിന് കഴിവുണ്ടെങ്കിൽ എവിടെയും പോകാം. കഴിവില്ലാത്ത ആളുകൾ പോകാതെ എവിടെങ്കിലും കൂടുക നല്ലത്. കഴിവുള്ളവർ പോയിക്കോട്ടെ, നമ്മളതിന് തടയാനും പോണ്ട. അതാ ഇബ്നു അബീ റബാഹിനെ പാറാവുകാരൻ വിളിച്ചപ്പോൾ വല്ല അകത്തേക്ക് അങ്ങ് കയറിയിട്ട് ഒരു കസേര ഇട്ട് കൊടുത്ത് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദുൽ ഗസാലി സംഭവം ഉദ്ധരിക്കുന്നത് കാണാം. അവിടെ ഇരുന്ന് ആ കസേരയിൽ അവിടെ ഇരുന്ന് കുറേ സമയം ഇരുന്നിട്ടും എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ. സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ. ഒക്കെ അൽഹംദുലില്ലാ. ഒരു വർത്തമാനം കൊണ്ട് വീണ് കിട്ടണ്ടേ? ഒരു തമാശ പറയണമെങ്കിൽ തമാശയുടെ മുമ്പുള്ള കുശലാന്വേഷണങ്ങൾക്ക് പോലും വ്യക്തമായൊരു മറുപടി ഇല്ല. കുറേ ഇരുന്നപ്പോൾ
ഉടനെ തന്നെ വലീദ് ബിൻ അബ്ദുൽ മലിക് പാറാവുകാരനെ വിളിച്ച് പറയുന്നു, ഈ മനുഷ്യനെ ഇവിടുന്ന് മെല്ലെ ഒന്ന് കൊണ്ടുപോകണം. ഇയാള് തമാശ പറയുന്നില്ല, എൻ്റെ സമയം ഒന്ന് പോകാൻ വേണ്ടിയാണ് നമ്മൾ ഇയാളെ വിളിച്ചത്, ഇയാളൊന്നും പറയുന്നില്ല. പാറാവുകാരൻ ബഹുമാനപ്പെട്ട അതാ ഇബ്നു അബീ റബാഹിന്റെ രണ്ട് കൈയും പിടിച്ച് മെല്ലെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതാ ഇബ്നു അബീ റബാഹ് പറയുന്നു, ഏതായാലും കൊട്ടാരത്തിൽ വന്നില്ലേ, ഇവരുദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച കാര്യമെങ്കിലും നടത്താതെ അവിടെ പോകാൻ പറ്റൂല. അങ്ങനെയാണ് ചില കാര്യത്തിന് വിളിച്ചിട്ട് അവരുദ്ദേശിച്ചത് നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശം നടത്തിയിട്ടേ പോകാവൂ. അത് അച്ചടക്കത്തിന്റെ ഭാഗമാണ്. അതാ ഇബ്നു അബീ റബാഹ് ഒരൊറ്റ വയലങ്ങ് പറഞ്ഞു, ഉമ്മമാരെ, ഒരൊറ്റ വയല് പറയുകയാണ്, ആ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ വെച്ച് നീതി പാലിക്കാതെ ഭരണം നടത്തുന്ന ഭരണാധികാരികൾക്ക് നാളെ ജഹന്നമെന്ന നരകത്തെ അല്ലാഹു അദാബാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നരകത്തെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ, മഹ്ശറയെ സംബന്ധിച്ചുള്ള ഭാഗങ്ങൾ, ഏത് രാജാവിനെയും കുലുക്കാൻ പറ്റിയ ഭാഗങ്ങൾ ഖുർആനിലുണ്ടല്ലോ. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. സൂറത്തുൽ കഹ്ഫിൽ നരകത്തെപ്പറ്റി മഹ്ശറയെ പറ്റിയുള്ള ഭാഗങ്ങളുണ്ട്. അതൊക്കെ അങ്ങനെ വായിക്കുമ്പോൾ നമ്മളെ കൽബ് കുലുങ്ങണം. ബഹുമാനപ്പെട്ട അതാ ഇബ്നു അബീ റബാഹ് നരകത്തെപ്പറ്റി അങ്ങ് പറഞ്ഞപ്പോൾ വലീദ് ബിൻ അബ്ദുൽ മലിക് എന്ന രാജാവ് ബോധം കെട്ട് വീണുപോയി. നിലത്ത് വീണ് കിടക്കുകയാണ്. നിലത്ത് വീണുപോയി. മരിച്ചോ അല്ലാന്ന് രണ്ടഭിപ്രായത്തിലാ വീണത്. ഒരനക്കവും ഇല്ല. അങ്ങനെ കിടക്കുമ്പോ അതാ ഇബ്നു അബീ റബാഹ് ഇങ്ങനെ വയത് പറയുന്നു, രാജാവ് മരിച്ചതുപോലെ വീണ് കിടക്കുന്നു. അപ്പോഴാണ് കൊട്ടാരത്തിലേക്കൊരു പണ്ഡിതൻ കയറി വരുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കയറി നോക്കുമ്പോൾ നല്ല രംഗമാണ്. ഉസ്താദ് വയത് പറയുന്നു, രാജാവ് വീണ് കിടക്കുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, അതാ ഇബ്നു അബീ റബാഹിനോട് ചോദിച്ചു, അഖതൽത, നിങ്ങൾ ഈ മനുഷ്യനെ കൊന്നതാണോ? ഉടനെ തന്നെ അതാ ഇബ്നു അബീ റബാഹ് പറയുന്നു, ഇല്ല, ഞാൻ കൊന്നിട്ടില്ല, ഞാൻ അദ്ദേഹത്തിന് ഉപദേശിച്ചതാണ് എന്ന് മാത്രമല്ല, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന്മേൽ ബഹുമാനപ്പെട്ട അതാ ഇബ്നു അബീ റബാഹ് തന്റെ വലത്തെ കൈകൊണ്ട് ഒരൊറ്റ ഞെക്കുന്നു. ഞാൻ കൊന്നിട്ടില്ല, ഞാൻ ഉപദേശം നൽകിയതാ, ചാൻസ് കിട്ടിയപ്പോ നല്ല വയല് പറഞ്ഞതാ, ആ വയല് കേട്ടപ്പോ രാജാവ് കുലുങ്ങി വീണതാ എന്ന് പറഞ്ഞ ഒറ്റ പിടുത്തം പിടിച്ചു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, മരിക്കുന്നത് വരെ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അതാ പിടിച്ച കൈയിന്റെ വേദന എന്റെ കയ്യിൽ നിന്ന് മാറിയിട്ടില്ല. എന്താ അതാ ഇബ്നു അബീ റബാഹ് തമാശ പറയാത്തത്? സഹീഹുൽ ബുഖാരിയിലില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശ പറഞ്ഞ സംഭവം എത്രയോ ഉണ്ട്. എന്താ ഇവിടെ അതാ പറയാതിരുന്നത്? ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ, കളവെന്തെങ്കിലും അതിൽ കൂട്ടേണ്ടി വന്നാൽ അതിൻ്റെ പേരിൽ ഞാൻ കുറ്റക്കാരനായി മാറുമല്ലോ എന്ന ഭയം കൊണ്ടാണ് തമാശ പറയാത്തത്. പ്രസംഗിക്കുന്ന ഉസ്താദിന് തമാശ പറയാം, നമുക്ക് മോമിനീങ്ങൾക്കൊക്കെ തമാശ പറയാം, നല്ലതാണ്, തെറ്റൊന്നുമില്ല. എന്നാൽ കളവ് അതിലേക്ക് കൂട്ടേണ്ടി വരുമെന്ന് കണ്ടാൽ തമാശ പറയാതിരിക്കലാണ് നല്ലത്. അങ്ങനെ ജീവിതത്തിലെ സകല മേഖലകളിലും സംസാരങ്ങളിൽ ഉള്ള അച്ചടക്കം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. പ്രവർത്തനങ്ങളിലും നിലപാടുകളിലുമുള്ള അച്ചടക്കങ്ങൾ വളരെ അനിവാര്യമാണെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങൾ ഖുർആനിലും സുന്നത്തിലും ഉണ്ട്. ആ ഭാഗങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ കഹ്ഫിൽ രണ്ട് സഹോദരന്മാരുടെ സംഭാഷണം. ഒരാൾ വലിയ തോട്ടക്കാരൻ, ആ തോട്ടക്കാരൻ ധിക്കാരപരമായി നീങ്ങിയപ്പോൾ അയാളെ അനുജനും അയാളുടെ സുഹൃത്തുമായ സഹോദരൻ ഉപദേശിക്കുന്ന ഭാഗം വിവരിക്കുന്നുണ്ട്. അർഹമുർറാഹിമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഖുർആൻ കൊണ്ട് അള്ളാഹു നമുക്ക് പരിഹാരം തരട്ടെ. ഈ സദസ്സ് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ ആഖിറത്തിൽ സമ്മേളിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ധാരാളം രോഗികളുണ്ട്, ബർക്കത്തിന് വേണ്ടി വന്നിരിക്കുന്നവരുണ്ട്. അള്ളാഹു തആല അവർക്കും നമുക്കും രോഗങ്ങളെല്ലാം ശിഫയാക്കട്ടെ.